ഒരു വലിയ ചുമട് ഞാൻ തലയിലേറ്റി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാത്ത അത്ര വലിയൊരു കച്ചവടം. അതിനങ്ങ് ഞാൻ ധൈര്യമായിട്ട് അങ്ങ് അഡ്വാൻസ് കൊടുക്കുകയാണ് കയറിയിട്ട്. പിന്നെ ഇതെങ്ങനെ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിൽ കുറച്ച് പൈസ പേയ്മെൻറ്റ് കൊടുത്തു, ബാക്കി കൊടുക്കാനില്ല. പിന്നെ ഞാൻ മാർക്കറ്റ് കംപ്ലീറ്റ് ഓടി നടന്ന് എൻ്റെ ഒപ്പം കൂടിയ ആൾക്കാർ എന്നെ വഴക്ക് പറയാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു വാശി, ഇതെങ്ങനെയെങ്കിലും കച്ചവടമാക്കണം. അതാണെങ്കിൽ 100 കോടിൻ്റെ താഴെ വലിയൊരു സംഭവം നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വീണു എണീറ്റു, വീണു എണീറ്റു, വേർത്തു, അങ്ങനെ 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 ഒരു സംഭവം അതങ്ങോട്ട് കിട്ടി. ദുബായിൽ നിന്ന് അതൊരു കച്ചവടം റെഡിയായി. ആ റെഡിയായപ്പോൾ കിട്ടിയ ആശ്വാസം എന്താ വെച്ചാൽ പൈസ അല്ല, പൈസ കമ്മീഷൻ കിട്ടുന്ന അതൊന്നും അല്ല അവിടെ പ്രശ്നം. ആ സംഭവം പൂർത്തിയാക്കി എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം അങ്ങനെ രഞ്ജിത്തിനെ കണ്ടപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി എവിടുന്നോ എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു സ്റ്റോറി ആയിട്ട് ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഇന്ന് ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പടമാണ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത്. മാമുക്കയും എല്ലാവരും കൂടിയിട്ട് അത് വളരെ നല്ല രഞ്ജിത്ത് സാർ അത് ഭയങ്കര ഉഷാറായിട്ട് ഡയറക്റ്റ് ചെയ്ത് നല്ല ഒരു സ്റ്റോറി ആയിരുന്നു, എല്ലാവർക്കും കാണാനും. സിറ്റിംഗ് എപ്പോഴാണ് അതങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റിലുള്ള പ്രയോഗങ്ങളൊക്കെ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പിന്നെ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായില്ല.